അർജുൻ കല്യാട്, നിലയ്ക്കലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും വലിയ ഒരു ഭക്തജന തിരക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലയ്ക്കൽ ഒരുപാട് പേരുണ്ടോ ഇപ്പോൾ? സ്പോട്ട് ബുക്കിംഗ് കിട്ടാത്തവർ നാളെ സ്പോട്ട് ബുക്കിംഗിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ മല കയറാൻ കഴിയാത്തവർ നിലയ്ക്കലിൽ തങ്ങുന്നത് വേണ്ടത്ര ക്രമീകരണങ്ങളുണ്ടോ അർജുൻ? ഡോക്ടർ അരുൺകുമാർ, ഏകദേശം ഇപ്പോൾ 2 കിലോമീറ്ററിലധികം ദൂരത്തിൽ വാഹനങ്ങൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. നിലയ്ക്കലിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പാടാക്കിയതാണ് ഇത്തരമൊരു വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാവാൻ കാരണമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയും ഒരുപാട് ഭക്തർ വാഹനങ്ങളിൽ ഏകദേശം 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെ ഈ പറയുന്ന മുൻനിരയിലുള്ള വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. ഏറ്റവും പിൻനിരയിലുള്ള വാഹനങ്ങൾ പോലും ഏകദേശം 1/4 മണിക്കൂർ നേരമായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ ഇവിടുന്ന് വാഹനത്തിൽ നിന്ന് ഉൾപ്പെടെ ഇരുമുടിക്കെട്ടും എടുത്ത് നടന്നു പോകുന്ന ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇവിടെ കാണുന്നത്. ഇന്ന് രാവിലെ മുതൽ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന നിലവെങ്കിലൊക്കെ ഉണ്ടായിരുന്നത് ഗോകുലാണ്. ഗോകുലെ ഒരു വാഹനങ്ങളുടെ നീണ്ട നിര ഏകദേശം 2-2.5 കിലോമീറ്റർ ദൂരത്തേക്ക് പോലും വാഹനങ്ങളിൽ കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വെളിച്ചമില്ല, ഭക്ഷണം കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് പരാതികൾ അയ്യപ്പന്മാർ പറയുന്നുണ്ട്. കനത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നുള്ളതാണ്. കാരണം ഇത് ഇരുവശങ്ങളിലും കൊടും വനമാണ്. ആ കൊടും വനത്തിനുള്ളിലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നുള്ളതാണ്. അതിന് മുമ്പ് ഇലവുങ്കലിൽ സേഫ് സോൺ ഉണ്ടായിരുന്നു. സേഫ് സോണിൽ വേണമെങ്കിൽ ആളുകളെ ഇറക്കി അല്ലെങ്കിൽ അവിടെ നിർത്താനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വനഭൂമിയിലാണ് ആളുകളെ ഇറക്കി അല്ലെങ്കിൽ ആളുകൾ ഇറങ്ങി നിൽക്കുന്നതെന്നുള്ളതാണ്. അത്രത്തോളം രൂക്ഷവും ദുരിതവുമാണ് ഇപ്പോൾ ശബരിമല തീർത്ഥാടനം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിരവധി ആളുകൾ കൂടി നമ്മോടൊപ്പം എത്തിച്ചേരാൻ കഴിയും. അവർക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടല്ലോ ഗോകുൽ. 2 മണി നേരം വെയിറ്റിംഗ്. ഡോക്ടർ, അതായത് ഇവർക്കിനി നിലയ്ക്കലിലേക്ക് എത്തണമെങ്കിൽ വാഹനങ്ങൾ മുന്നോട്ടേക്ക് കടത്തിവിട്ടാൽ മാത്രമേ ഇവർക്ക് എത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്തായാലും വാഹനങ്ങൾ ചെറുതായി പോലും അനങ്ങുന്നില്ല എന്നുള്ളതാണ്. കാരണം ഏറെ നേരമായി ഇവിടെ ഇങ്ങനെ തന്നെ വാഹനം നിർത്തുകയാണ്. വാഹനങ്ങളെല്ലാം ഓഫ് ചെയ്ത് ഇവിടെ കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ ഒരു പ്രതിസന്ധിയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുറ്റും വനമാണ്, ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി. ഹൗ മച്ച് ടൈം? 2 hours. ഈ അർജുൻ, നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ നിലയ്ക്കലുള്ള ഈ വാഹനങ്ങൾ ഇപ്പോൾ വനത്തിൽ കിടക്കുന്ന ഈ വാഹനങ്ങൾ നിലയ്ക്കലിലേക്ക് എത്തിക്കില്ലേ? இப்போ கிளியர் ஆனதா அதுக்கப்புறம் தான் நம்ம போக முடியும். അരുൺ, ഇവിടെ അതായത് നിലയ്ക്കലിൽ നിന്നും വാഹനങ്ങൾ കടത്തിവിടുന്നതിലുള്ള നിയന്ത്രണമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാവാനുള്ള കാരണമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്രയും വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു മേഖലയാണ്. ഈ പറയുന്ന നേരത്തെ ഇലവുങ്കൽ ഭാഗത്തേക്ക് എല്ലാ മേഖലയിലും വെളിച്ചമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം ഭക്ഷണത്തിനുള്ള സംവിധാനം അല്ലെങ്കിൽ അത്യാവശ്യം സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരും MVDയുടെയും ഫോറസ്റ്റിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ ആ മേഖലയിലുള്ളതാണ്. പക്ഷേ ഈ വാഹനങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ഈ പ്രദേശത്ത് ഒട്ടും പോലീസ് സംവിധാനമോ വെളിച്ചമോ ഇല്ല. വാഹനങ്ങളുടെ വെളിച്ചം മാത്രമാണുള്ളത്. ചുറ്റും നല്ല കടുത്ത ഫോറസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അയ്യപ്പന്മാർക്ക്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള അയ്യപ്പന്മാർക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. യു ആർ ഇൻ 2 hours. 2 மணி நேரமா இங்க வெயிட் பண்றோம். அவங்களுக்கு ஃபுட் கிட்டியோ மற்றெങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് കൂടി ഒന്ന് ചോദിക്കുമോ അർജുൻ? அதனால தான் நம்ம எல்லாம் இங்க டிராஃபிக் வச்சாங்க. சாப்பாடு இன்னுமே இல்ல, ஒண்ணுமே இல்ல. இதோட போன பிறகு தான் சாப்பாடு இல்ல சாப்பாடு கிடைச்சல. இது போனதா சாப்பாடு அது இது பார்க்கணும். പോയിട്ട് വേണം കഴിക്കാൻ. ஆமா, போயிட்டு வேணும் கழிக்க. அவ்வளவுதான். குட்டி இல்ல குட்டி இல்ல 21 மெம்பர்ஸ். ഇതിന് സ്പോട്ട് ബുക്കിംഗ് ആണോ നാളത്തേക്കാണോ ബുക്കിംഗ് ആണോ? ആന്ധ്രാപ്രദേശ് കാക്കിനാട. Yeah, thank you. That's the ticket. Today. Yeah, in today 18th. ഇന്ന് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ടുള്ള ആന്ധ്രാപ്രദേശിൽ നിന്നും തീർത്ഥാടകരാണ്. 21 പേരുള്ള ഒരു സംഘമാണ് ഇവർ. പക്ഷേ ഇവർക്ക് ഇപ്പോഴും നിലയ്ക്കലിലേക്ക് പോലും എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇവർക്ക് ഇന്നത്തെ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് നാളെ ഈ മല കയറാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതും ഒരു ആശങ്കയായി ഇവർ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആശങ്കകൾ ഇവർ പറയുന്നുണ്ട്. എന്തായാലും അനുബന്ധിച്ച് തന്നെ മഴ ഒരു ചെറിയ വെല്ലുവിളിയാകുന്നു. വാഹനങ്ങൾ ചെറുതായി ഒന്ന് നീങ്ങി തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും പൂർണ്ണമായ രീതിയിൽ ഒരു ഗതാഗത കുരുക്കിന് ശമനം ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഏകദേശം നിലയ്ക്കലിൽ നിന്നും 2-2.5 കിലോമീറ്റർ ദൂരത്തേക്ക് വാഹനങ്ങൾ നിരത്തിയിട്ടിരിക്കുകയാണ്. സാവധാനമേ ചലിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ശബരിമലയിൽ പോകുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ വെർച്വൽ ക്യൂ
വെർച്വൽ ബുക്കിംഗ് നടത്തിയതിന് ശേഷം മാത്രം സന്നിധാനത്തേക്ക് പോവുക. സ്പോട്ട് ബുക്കിങ്ങിന് ചിലപ്പോൾ മണിക്കൂറുകൾ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. നിലയ്ക്കലേക്ക് തന്നെ വാഹനങ്ങൾ ഇപ്പോൾ വളരെ പരിമിതമായിട്ടേ കടത്തിവിടുന്നുള്ളൂ. വനത്തിൽ വാഹനങ്ങൾ കുടുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് അറിയിക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ നാളെ മുതൽ ഒരുപക്ഷെ കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ ശക്തമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അർജുൻ കല്യാടും ഗോകുലും പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.